ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു പിണ്ടിത്തോരൻ തയ്യാറാക്കാം. നല്ല ടേസ്റ്റായിട്ട്. നമുക്കിതിനകത്ത് പയറും തുമര ചെറുപയർ പരിപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാം. ഇന്ന് ചെയ്യുന്നത് ചെറുപയർ പരിപ്പിലാണ്. പിണ്ടി അരിയുമ്പോൾ തന്നെ നൂല് കളഞ്ഞരിയണം. നമുക്ക് ചെറുപയർ പരിപ്പൊന്ന് കുതിർത്തും വയ്ക്കാം. വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളൊന്ന് കുതിർത്ത് പാനിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് വെന്ത് മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് പിണ്ടിയും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അധികം വേവണ്ട, പകുതിയാകുമ്പോൾ നമുക്ക് പിണ്ടിയും ചേർക്കാം. നമുക്ക് പിണ്ടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ അടച്ചു വേവിക്കാം. വാഴപ്പിണ്ടിയിൽ ഫൈബറിൻ്റെ അളവ് ധാരാളം ഉള്ളതുകൊണ്ട് പല അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർക്കും ഇത് നല്ലതാണ്. നമുക്ക് നാരുകൾ ധാരാളം ഈ വാഴപ്പിണ്ടിയിലുള്ളത് കൊണ്ട് ആമാശയമൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് നല്ലതാണെന്ന് പണ്ടേ പറയാറുണ്ട്. നമുക്കിത് ടേസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നും കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ. ഒന്നീ ചെറുപയർ പരിപ്പ്, ചെറുപയർ, തുമര, വൻപയർ ഇതൊക്കെ ചേർത്തും നമുക്ക് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് വേണ്ടുന്ന അരപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകം വെളുത്തുള്ളി ഇത് തന്നെയാണ്. പച്ചമുളക് മാത്രം ചേർത്തും മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് ചേർത്ത് ചെയ്താലും നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിതൊന്ന് ചതച്ചെടുത്ത് നല്ലപോലെ വെന്ത് പാകമായ പിണ്ടിയിൽ ചേർക്കാം. പരിപ്പും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി ഉപ്പൊക്കെ നോക്കി ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷുഗറുകാർക്കൊക്കെ ഇത് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് തോരൻ കൂടുതൽ ചേർത്താലും നല്ലതാണ്. അതിൽ പയറുമൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് നല്ലൊരു ആഹാരം തന്നെയാണ് ഷുഗറുള്ളവർക്കൊക്കെ. ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും പിണ്ടി വളരെ നല്ലതാണ്. പിണ്ടി നീര് കുടിക്കുന്നതൊക്കെ. നമ്മളിത് പലപ്പോഴും നല്ല ടേസ്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത്. കടുവൊക്കെ താളിക്കുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പോ ചെറുപയർ പരിപ്പോ ഒക്കെ വറുത്ത് ചേർക്കാം. നമ്മളിവിടെ ഉഴുന്നുപരിപ്പാണ് വറുത്ത് ചേർക്കുന്നത്. അതും കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്താലും നമ്മളിത് കഴിക്കുന്നെങ്കിൽ അങ്ങനെ കുറച്ച് ടേസ്റ്റായിട്ട് തന്നെ വെച്ചാലും നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ ചെറുതിലേ നമ്മൾ കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ മാത്രമേ അവരിതിൻ്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാക്കുകയുള്ളൂ. നമ്മളങ്ങനെ കടുവും താളിച്ച് നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിച്ച് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.